സോ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റിഡംപ്റ്റീവ് വർക്ക് ഓഫ് ക്രൈസ്റ്റ് ലെസൺ 9. നമുക്ക് നോക്കാം ഈ ലെസനകത്ത് എന്തെല്ലാമാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്, എന്താണ് ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ നെസസിറ്റി ഓഫ് എ പബ്ലിക് ആൻഡ് ഓപ്പൺ ലൈഫ്. യേശു ക്രിസ്തുവിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഹി ലീവ്ഡ് ഇൻ പബ്ലിക്, സാധാരണ ആളുകളുടെ കൂടെയാണ് ജീവിച്ചത്, ഓപ്പൺ ലൈഫായിരുന്നു. അപ്പം ഇവിടെ നമുക്കൊരു വാക്യം വായിക്കാം. ഈ റിഡംപ്റ്റീവ് വർക്കും ഓപ്പൺ ലൈഫ് അല്ലെ പബ്ലിക് ലൈഫുമായിട്ട് എന്തിനാണ് റിലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ വേലയെക്കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വാക്യം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സങ്കീർത്തനം 49:7. അവിടെ 7-8 വാക്യങ്ങളിൽ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. ഈ വാക്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വാക്യത്തിൽ ഒരു ഇമ്പോസിബിലിറ്റി എഴുതിയിട്ടുണ്ട്. എന്താണ് ആ ഇമ്പോസിബിലിറ്റി? ആർക്ക് പറയാം? പെട്ടെന്ന് പറയണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഇവിടെ ഉത്തരം പറയുന്നവരാണെന്ന് എനിക്കറിയാം. കമോൺ, ഇവിടെ കൊടുത്തിട്ടുള്ള ഇമ്പോസിബിലിറ്റി എന്താണ്? ബൈ നോ മീൻസ് പോസിബിൾ. എന്താണത്? ഒന്നുകൂടെ കേട്ടില്ല. വീണ്ടെടുപ്പ് സാധ്യമല്ല എന്നുള്ളത് അല്ലെ, ആരാലും സാധ്യമല്ല. ദൈവത്തിന് ഒരു വീണ്ടെടുപ്പ് വില കൊടുക്കുവാനും സാധ്യമല്ല. ഈ വീണ്ടെടുപ്പ് വില എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇറ്റ്സ് എ റാൻസം പ്രൈസ്. ഒരു അടിമയെ ചന്തയിൽ പോയി വിലയ്ക്ക് വാങ്ങിയിട്ട് സ്വന്തമാക്കുന്നത്, അല്ലെ അവനെ റിഡീം ചെയ്യുന്നതിനാണ് ആ റാൻസം പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഴയ നിയമത്തിലൊക്കെ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു നിലം നമ്മൾ റിഡീം ചെയ്യണമെങ്കിൽ നമ്മളൊരു എമൗണ്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്കും കഴിയത്തില്ല, മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ പ്രത്യേകത എന്താ? അതിനെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ വീണ്ടെടുക്കുന്ന ആളുടെ പ്രത്യേകതകളിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല. സോ ദർ ആർ 2 ഇമ്പോസിബിലിറ്റീസ് ഹിയർ. അപ്പൊ ഒന്ന്, ഇപ്പൊ നിങ്ങൾ മുമ്പേ ഒബ്സർവ് ചെയ്ത പോലെ പറഞ്ഞു, വീണ്ടെടുപ്പ് വില കൊടുക്കാൻ കഴിയത്തില്ല. രണ്ടാമത്തെ ഇമ്പോസിബിലിറ്റി എന്താ അവിടെ എഴുതിയിരിക്കണേ? അതൊരിക്കലും സാധ്യമല്ല. അതൊരിക്കലും എന്ന് പറഞ്ഞാൽ ഒരാളെ എന്നെ വീണ്ടെടുക്കുവാൻ, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്കും സാധ്യമല്ല. സോ ഇവിടെയാണ്, അപ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. സോ അങ്ങനെയാണെങ്കിൽ നമ്മളെ രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുമോ? നെവർ. പക്ഷെ യേശു മനുഷ്യനായിട്ട് വന്നു, റൈറ്റ്? യെസ്. പബ്ലിക്കിൽ ജീവിച്ചു, സാധാരണ പാപികളോടുകൂടെ. യേശുക്രിസ്തുവിനെ കുറിച്ച് പലപ്പോഴും പരീശന്മാര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് യേശുക്രിസ്തുവിന്റെ പബ്ലിക് ലൈഫ്, ഓപ്പൺ ലൈഫ്, വളരെ എല്ലാവർക്കും കാണത്തക്ക നിലയിലുള്ള ഈ ജീവിതത്തിൽ ഇതിന്റെ പ്രത്യേകത, അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ വീണ്ടെടുപ്പ് വേലയെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇനി നിങ്ങളോടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് ഉത്തരം പറയാം കേട്ടോ. വാട്ട് ഷുഡ് ബി ദ ക്വാളിറ്റീസ് ഓഫ് എ യൂണിവേഴ്സൽ റെഡീമർ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു ലോക്കലി ഒരാളെ രക്ഷിക്കുന്ന കാര്യമല്ല. ഇപ്പൊ എനിക്ക് ഒരു നിലമുണ്ടായിരുന്നു, ഞാനത് വാങ്ങുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല, എൻ്റെ കയ്യിൽ പണമില്ല. അപ്പോ ആൽവിസ് എന്നെ ഹെൽപ്പ് ചെയ്തു. സോ ആൽവിസ് ബിക്കംസ് ദ റെഡീമർ. പക്ഷെ ഇവിടെ ഒരു യൂണിവേഴ്സൽ റെഡീമർ ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. സോ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്ന ക്വാളിറ്റീസ് എന്തെല്ലാമാണ്? ക്യാൻ യു സജസ്റ്റ് സം? ടൈം ഈസ് യുവേഴ്സ്. സമയം ഒട്ടും കളയരുത്. നിങ്ങൾ ചിന്തിച്ചിട്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പറയാം. പറഞ്ഞോ. He will be rich enough to buy. That's a very good answer. He should be rich enough to buy. Very good, Hannah. Good job. മറ്റുത്തരം? വെരി ഗുഡ്.
അപ്പോ അത്രയും ധനികനായ ഒരാൾക്ക് മാത്രമേ എല്ലാവരെയും വിടുവിക്കാൻ പറ്റുകയുള്ളൂ. ഗുഡ് ഗുഡ്. ഒന്ന് രണ്ട് ഉത്തരങ്ങളും കൂടെ പോരട്ടെ. കമോൺ. Good in personality. യെസ്, ഒരു ബാഡ് പേഴ്സണെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളിൽ നോക്കിയാലും പുള്ളിക്ക് ഒരു കുറവും വരരുതെന്ന് മനസ്സിലാവണം എന്ന് പറഞ്ഞാൽ, കാരണം ദൈവത്തിനാണ് വീണ്ടെടുപ്പ് കൊടുക്കുന്നത്. എക്സലന്റ്, വെരി ഗുഡ്. ഓക്കെ, ഐ എം ജസ്റ്റ് വൺ മോർ ആൻസർ. ആക്ച്വലി ഈ ഉത്തരങ്ങളൊക്കെ കറക്റ്റ് ആണ്, ബട്ട് ഐ എം ഗിവിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മോർ. ഓക്കെ, കമോൺ. മറ്റെന്തെങ്കിലും? സിൻലെസ്. ഓക്കെ ലിഡിയ, വെരി ഗുഡ്. സിൻലെസ്. ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷം. സോ ലെറ്റ് സി ഫ്യൂ. നമ്പർ 1, നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങൾ ശരിയാണ്, 100% ശരിയാണ് കേട്ടോ. എന്നാൽ ചില കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് നമുക്കൊന്ന് ചിന്തിക്കാം. ഹി മസ്റ്റ് ബി എ കിൻസ്മാൻ. കിൻസ്മാൻ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? എന്താണ് ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് പറയാമോ? ഓക്കെ, ബസലേൽ ആൻഡ് റിജി, പാപമില്ലാത്തത് ആകണം. വെരി ഗുഡ്. യാ, പറയാമോ ആർക്കെങ്കിലും? കിൻസ്മാൻ മറന്നുപോയോ? നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാ യേശു നമ്മുടെ കിൻസ്മാൻ ആയത്, നമ്മുടെ റിലേറ്റീവ് ആയത് എങ്ങനെയാ? നമ്മൾ കുറെ ക്ലാസ്സിന് മുമ്പ് പഠിച്ചായിരുന്നു. ബൈ വെർജിൻ ബർത്ത്. യെസ്, ബൈ വെർജിൻ ബർത്ത്, പക്ഷേ വിത്തൗട്ട് സിൻ. അപ്പൊ നിങ്ങൾ മുമ്പേ പറഞ്ഞ ഉത്തരവും ഇതെല്ലാം കൂടി ഒരുമിച്ച് മാച്ച് ആകുന്നു. അപ്പൊ നമ്മുടെ കിൻസ്മാൻ ആകുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു കന്യകയിലൂടെ വന്നത്. അല്ല എങ്കിൽ വെറുതെ ഒരു മനുഷ്യ ശരീരം എടുത്ത് വരാമായിരുന്നു. ബട്ട് ഹി വുഡ് നെവർ റിലേറ്റ് ടു അസ്. വെരി ഗുഡ്. സോ മനുഷ്യ കുലത്തിന്റെ എല്ലാവരുടെയും റിലേറ്റീവ് ആയിട്ട് മാറി യേശുക്രിസ്തു. ഓൾറൈറ്റ്. കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തിലെ വംശാവലി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇഫ് യു ഹാവ് ബൈബിൾ വിത്ത് യു, can you just check your Bible? Luke chapter 3. Luke chapter 3 and ആ ജിനിയോളജി എവിടെയാ കൊണ്ട് അവസാനിക്കുന്നത്? ഇറ്റ് റിലേറ്റ്സ് ടു whom? ആദാമിന്റെ മകൻ. Yes. ആദാം ദൈവത്തിന്റെ മകൻ. യെസ്. അപ്പോ ആ ജിനിയോളജി നേരെ ചെല്ലുന്നത് അബ്രഹാമിലോട്ടല്ല. ആദം, ദ ഫസ്റ്റ് മാൻ എന്ന് പറഞ്ഞാൽ ഈ ജീനിയോളജിയുടെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ്, പൂർവ്വ പിതാവ് എന്ന് പറയുന്നത് ആദമാണ്. അപ്പൊ ആദത്തിന്റെ കൊച്ചു മകൻ അല്ലെ, ഏറ്റവും ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണ് നമ്മൾ ഓരോരുത്തരും. സോ ഐ ആം ഓൾസോ റിലേറ്റഡ് ടു ക്രൈസ്റ്റ് ബിക്കോസ് ആദമിന്റെ മക്കൾ തന്നെയാണ് യോസേഫും മറിയയും. പക്ഷെ മറിയയിലൂടെ യേശുക്രിസ്തു വന്നു. ദാറ്റ് ഈസ് എ ക്വാളിറ്റി ഓഫ് എ യൂണിവേഴ്സൽ റെഡീമർ. ദാറ്റ് ഈസ് എ റിലേറ്റീവ് ടു ഹ്യൂമാനിറ്റി. നമ്പർ 1. Second, he must be free himself. യെസ്, നിങ്ങൾ മുമ്പേ പറഞ്ഞ ഉത്തരം ഇവിടെ ശരിവെക്കുന്നു. എന്താണ്? പാപിയായ ഒരാൾക്ക് ഒരു പാപിയെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഇതുമായിട്ട് സാമ്യമുള്ള ബൈബിളിലെ ഒരു വാക്യം ആർക്കെങ്കിലും പറയാമോ? ഐ വിൽ ഗീവ് എ ക്ലൂ. ക്ലൂ എന്നെ നോക്കിയാൽ മതി, അതാണ് ക്ലൂ. ഹു ക്യാൻ ഗീവ് മീ എ വേഴ്സ് ഇൻ റിലേഷൻ ടു ദിസ്? കിട്ടിയില്ല. അങ്കിളെ, ക്ലൂ ഇതിനെക്കാട്ടിലും ടഫ് ആണെന്നാണ് അല്ലെ? ഓക്കെ, ഐ വിൽ ഗീവ് എ ക്ലൂ. അന്ധൻ ഓർ കുരുടൻ. കത്തുന്നില്ലയോ ബൈബിളിലെ ഒരു വാക്യം? കമോൺ കമോൺ. ബ്ലൈൻഡ്. നോബഡി? മേക്ക് എ ട്രൈ. കിട്ടുന്നില്ല. ഓക്കെ, ഐ വിൽ സേ, ഒരു കുരുടന് മറ്റൊരു കുരുടനെ വഴി കാണിക്കാൻ പറ്റില്ല. there is a phrase like that in the scripture. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങനെ വഴി കാണിച്ചാൽ രണ്ടുപേരും കുഴിയിൽ വീഴുമെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ദാറ്റ്സ് ട്രൂ. കാരണം വഴി കാണിക്കുന്ന ആൾക്ക് വഴി നന്നായിട്ട് നിശ്ചയമുണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാവുമ്പോൾ പാപിയായിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മറ്റൊരു പാപിയെ രക്ഷിക്കാൻ കഴിയത്തില്ല. വൈ? നമ്മൾ ആദ്യം കണ്ട വാക്യം അവിടെ എന്താ നമ്മൾ കൊണ്ടുവരണം? എന്താ? ആദ്യം അവന്റെ പാപത്തിന് എന്ത് ചെയ്യണം? മോചനം ഉണ്ടായാലേ മറ്റൊരാളെ രക്ഷിക്കാൻ കഴിയും. പഴയ നിയമത്തിലെ യാഗങ്ങൾ എന്താ സിഗ്നിഫൈ ചെയ്യുന്നത്? ഓക്കെ, ഗിവ് മീ ആൻ ആൻസർ. വൈ ഡിഡ് ദ പീപ്പിൾ ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് മേക്ക് എ സാക്രിഫൈസ്? വൈ? എന്തിനു വേണ്ടിയാണ് പഴയ നിയമത്തിലെ ആളുകൾ
യാഗങ്ങളുമായിട്ട് ദൈവാലയത്തിലേക്ക് പോയത്. വൈ? അവരുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, പാപങ്ങൾക്ക് പ്രായച്ചിത്തമായി അതിനെ യാഗമർപ്പിക്കുന്നു. യെസ്, പ്രായച്ചിത്തം എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താ അവിടെ? ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാമോ? യു ആർ റൈറ്റ്. യെസ്, ആ രക്തത്തിന്റെ വെരി ഗുഡ്, വെരി ഗുഡ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ ആ മൃഗത്തിന്റെ ജീവൻ ബ്ലഡിലാണ്. സോ ആ ബ്ലഡ് പോയി ആ ജീവി മരിക്കുമ്പോൾ എന്റെ പാപത്തിന് പകരമായിട്ടാണ് ഈ മരണം ഉണ്ടാകുന്നത്. സോ ഞാൻ എന്റെ പാപം അതിന്റെ മേൽ ഇമ്പ്യൂട്ട് ചെയ്യുകയാണ്. അപ്പൊ എനിക്ക് പകരം അത് മരിക്കാം. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരം മരിക്കാം. സോ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപമുള്ള വ്യക്തിയാണെങ്കിൽ എന്റെ പാപത്തിന് വേണ്ടി മരിക്കാൻ പറ്റില്ല. Because he is himself is a sinner. Right? So this is another quality of Christ. Third one, he must be able to pay the price. മുമ്പേ I think ഹന്ന ഉത്തരം പറഞ്ഞതുപോലെ he should be rich enough to pay, no? എനിക്ക് മാത്രമായിട്ടാണ് ആള് മരിക്കുന്നത് എങ്കിൽ ഓക്കെ, മേ ബി എനിക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ, എല്ലാവരെയും കൊണ്ടൊന്നും നമ്മളെ താങ്ങുകയില്ല. നോ നോ, ദാറ്റ് ഈസ് റോങ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തു ധനികനാണ്. ഏത് നിലയിൽ? എല്ലാവരെയും രക്ഷിക്കുന്ന നിലയിൽ ധനികനാണ്. സോ ദിസ് ഈസ് അനദർ ക്വാളിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്പർ 4, നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, റെഡീം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ഓക്കെ, ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോ നിങ്ങൾക്കൊരു ആവശ്യമുണ്ടായി സാമ്പത്തികമായിട്ട്, എന്നാൽ നിങ്ങൾക്കൊരാളെ അറിയാം, ആൾക്ക് ധനമുണ്ട്, ആൾക്ക് തരാനായിട്ടുള്ള എല്ലാ ഇതുമുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷെ ആൾക്ക് മനസ്സില്ലെങ്കിൽ ഒരു കാര്യമില്ല. റൈറ്റ്? സോ ഗോഡ് ഹി വാസ് മൈൻഡ്ഫുൾ. അത് മറ്റൊരു ക്വാളിറ്റിയാണ്. യൂണിവേഴ്സൽ റെഡീമർ ആയിരിക്കുന്ന വ്യക്തിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഹി ഷുഡ് ബി വില്ലിംഗ് ടു പേ ദ പ്രൈസ്. അത് എന്ത് എക്സ്റ്റൻഷൻ ആണെങ്കിലും ഹി ഷുഡ് ബി വില്ലിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ യേശുക്രിസ്തു അതിന് വിൽഫുൾ ആയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബൈബിളിൽ ഒത്തിരിയിടത്ത് കർത്താവ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ബൈബിളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, യേശുക്രിസ്തു മുമ്പ് കൂട്ടി ചില കാര്യങ്ങൾ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. എന്നിട്ട് താൻ പറയുന്നുണ്ട്, ഞാൻ യെരുശലേമിലേക്ക് പോകും, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷെ അത് പറഞ്ഞിട്ട് കൂടി യേശു മുമ്പോട്ട് പോകാനായിട്ട് തയ്യാറാകുകയാണ്. സോ ലെറ്റ് മീ ആസ്ക് യു എ ക്വിക്ക് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് മുമ്പിൽ ഒരു അപകടമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ വിൽ യു കണ്ടിന്യൂ യുവർ ജേർണി? സേ യെസ് ഓർ നോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. കം ഓൺ. നിങ്ങളുടെ മുമ്പിൽ ഒരു അപകടം നിങ്ങൾക്കുണ്ട്. നോ, താങ്ക് യു. നോ, യു വിൽ നോട്ട് ഗോ. കറക്റ്റ്? പക്ഷെ യേശുക്രിസ്തു 100% മനുഷ്യനാണ്. തനിക്ക് മുമ്പിൽ ഒരു അപകടം ഉണ്ടെന്ന് തനിക്ക് 100% ഉറപ്പായിരുന്നു. ബട്ട് സ്റ്റിൽ ഹി വെന്റ്. വൈ? ഹി വാസ് വില്ലിംഗ് ടു പേ ദ പ്രൈസ്. സോ ക്വാളിറ്റീസ് ഓഫ് എ യൂണിവേഴ്സൽ റെഡീമർ. ഇവിടെ 4 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ക്വിക്ലി നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്താൽ, ഹി മസ്റ്റ് ബി എ കിൻസ്മാൻ എന്ന് പറഞ്ഞാൽ സകല മാനവരാശിയുടെയും ബന്ധുവായിരിക്കണം. 2, ഹി മസ്റ്റ് ബി ഫ്രീ ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ പാപരഹിതനായിരിക്കണം, രക്ഷിക്കാൻ വരുന്നവൻ. പിന്നെയോ കൊടുത്തു തീർക്കുവാൻ, റാൻസം, റിഡീമിംഗ് പ്രൈസ് കൊടുക്കുവാനായിട്ടുള്ള ആസ്തി ഉണ്ടാകണം. നമ്പർ 4, രക്ഷിക്കുവാൻ, ആരെയും വിടുവിക്കുവാൻ മനസ്സുള്ളവനായിരിക്കണം. ഈ ക്വാളിറ്റീസ് എല്ലാം യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ രക്ഷിക്കുന്ന വീണ്ടെടുക്കുന്ന കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ കർത്താവിന്റെ ഒരു ക്വാളിറ്റി എന്താ? അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിച്ചു. നൗ യു തിങ്ക് അതൊരു ഡിസ്ഗ്രേസ് ആണോ, അതൊരു അംഗീകാരമാണോ? ഡെഫിനറ്റ്ലി അതൊരു അംഗീകാരമാണ്. കാരണം എന്താ? പരീശന്മാരെ കളിയാക്കിയാ പറഞ്ഞത്. ബട്ട് ദാറ്റ് ഈസ് ആൻ അക്നോളജ്മെന്റ്. വൈ? ഹി ഈസ് വില്ലിംഗ് ടു സേവ് ഈവൻ ദ മീൻ പേഴ്സൺ. വളരെ ദുഷ്ടനും മോശമായിട്ട് ജീവിക്കുന്നവനെ പോലും രക്ഷിക്കാൻ മനസ്സ് കാണിച്ചു എന്നുള്ളത് യേശുവിന്റെ ഒരു ക്വാളിറ്റിയാണ്. റൈറ്റ്? ഓക്കെ, ഞാൻ മുമ്പുണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ നല്ല ആളുകളെ മാത്രം സ്നേഹിക്കുന്ന ദേവന്മാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ദാറ്റ്സ് മൈ ടെസ്റ്റിമണി. ഐ എം നോട്ട് ക്രിട്ടിസൈസിങ് എനിബഡി. ഞാനൊരു റിലീജിയനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഞാൻ ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ എന്റെ പഠനത്തിൽ മനസ്സിലാക്കുന്നത് നല്ലവരെ മാത്രം സ്നേഹിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നായകന്മാരെയൊക്കെ ഉണ്ട്. പക്ഷെ അധമനായ മോശപ്പെട്ട ഒരാളെ പോലും
രക്ഷിക്കുവാൻ തക്കവണ്ണം വില കൊടുത്തത് യേശുക്രിസ്തു മാത്രമാണ്. സോ ദാറ്റ് ഈസ് എ വെരി യുണീക്ക് ക്വാളിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇനി നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഇതാണ്: 3 ഡിവിഷൻസ് ഓഫ് ക്രൈസ്റ്റ് പബ്ലിക് ലൈഫ്. യേശുക്രിസ്തുവിന്റെ പബ്ലിക് ലൈഫിന്റെ 3 ഡിവിഷൻസ് ആണ്. ഓക്കെ, നമ്പർ 1 ഹോളി ലൈഫ്. ഇതിനൊരു വാക്ക് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? സിൻലെസ്നെസ് ഓഫ് ക്രൈസ്റ്റ്. അതിനൊരൊറ്റ വാക്ക് പറയാമോ? ഓർക്കുന്നുണ്ടോ? സിൻലെസ്നെസ് എന്നതിനൊരൊറ്റ വാക്ക്, ഒരു ലാറ്റിൻ വേർഡ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. എനിബഡി മേക്ക് എ ട്രൈ. ഐ ആം വെയിറ്റിംഗ്. 15 പേരിരിക്കുന്ന ക്ലാസ്സിൽ ആർക്കും അറിയത്തില്ല. ഇമ്പോസിഷൻ തരേണ്ടി വരുമോ? Come on, make it try. ഒരു ലാറ്റിൻ വേർഡ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. പെക് ഇം സംതിങ് ലൈക്ക് ദാറ്റ്. റിമെമ്പർ? സിൻലെസ്നെസ് ഓഫ് ക്രൈസ്റ്റ്. പെട്ടെന്ന് പറ. Impeccability of Christ. വെരി ഗുഡ്. ഇംപെക്കബിലിറ്റി. ഗുഡ്. നിങ്ങളുടെ തലയിൽ ഇടയ്ക്ക് ഞാൻ കയറി ഇങ്ങനെ സ്ക്രൂ ചെയ്യണം, എന്നാലേ നിങ്ങൾ ഓർത്തു വെക്കത്തുള്ളൂ. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകരുത്. ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. നിങ്ങൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്താ ചെയ്യണേ? റിവൈസ് ചെയ്യും അല്ലേ? ഇത് ബൈബിൾ അല്ലേ, ധർമ്മരാജങ്ങൾ ചുമ്മാ ചോദിക്കത്തൊന്നുമില്ല. നോ, ടേക്ക് ഇറ്റ് സീരിയസ്. നിങ്ങൾ പഠിക്കാത്തവരെന്നല്ല, നോ, യു ഹാവ് പൊട്ടൻഷ്യൽ. യെസ്, ഐ അപ്രീഷിയേറ്റ്. പക്ഷെ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, വചനത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, അപ്പോ ഇംപെക്കബിലിറ്റി, പാപരഹിതൻ. 2 അതോറിറ്റേറ്റീവ് സെയിങ്. അതോറിറ്റേറ്റീവ് സെയിങ് എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എങ്ങനെ പറഞ്ഞു? അധികാരമുള്ളവനായിട്ട് പറഞ്ഞു. നമ്പർ 3 മിറക്കിൾസ്. ഈ 3 കൂട്ടം കാര്യങ്ങൾ, 3 ഡിവിഷൻസ് ഓഫ് ക്രൈസ്റ്റ് പബ്ലിക് ലൈഫ് നമ്മൾ നോക്കാൻ പോവാം. നമ്പർ 1 ഹോളി ലൈഫ്. ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. കർത്താവായ യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ കാലയളവിലാണ് ഈ കാര്യം ഉദ്ധരിച്ചത്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ, എന്നോട് വ്യക്തിപരമായി ദൈവം സംസാരിച്ച ഒരു കാര്യം, ഞാൻ എൻ്റെ നാട്ടിൽ നിന്നിട്ട് ഒക്കെ വളരെ ധൈര്യത്തോടെ ഞാൻ ഈ കാര്യം പറയാമെന്ന് വിചാരിക്കാം. നിങ്ങളിൽ ആർക്ക് എന്നെ ഒരു കുറ്റം എൻ്റെ ജീവിതത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും? എനിക്ക് 100% ഉറപ്പാണ്, ഒന്നുകിൽ എൻ്റെ പേരൻസോ എൻ്റെ അയൽക്കാരോ എങ്കിലും പറയും, എന്താ എടാ നീ കൊച്ചുനാളെ ഈ കാര്യം ചെയ്തതാണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പൊ ഞാനങ്ങ് തുറന്നു പറയാണ്, എന്നോട് പറയും, എടാ മോനെ നീ കഴിഞ്ഞ വട്ടം ഞങ്ങളുടെ മാവിന്റെ അവിടുന്ന് മാങ്ങ എറിഞ്ഞിട്ടിട്ട് നീ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോയതാ, നീ മോഷ്ടിച്ചതാ. ബിക്കോസ് ഐ ഡിഡ് ദാറ്റ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത്. സോ മെനി പീപ്പിൾ വുഡ് പോയിന്റ് ഔട്ട് മിസ്റ്റേക്സ് ഇൻ മീ. യെസ്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ നാട്ടും പുറത്ത് അല്ലെ നിങ്ങളുടെ പേരൻസിനോട്, ടീച്ചേഴ്സിനോട്, ആരോടെങ്കിലും ധൈര്യത്തോടെ ഈ ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടോ? ഇസ് ദെയർ എനിബഡി? ഓക്കെ, അതിനൊരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. യെസ് എന്ന് പറയുന്ന ആരും ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കണില്ല. വി നോ, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അറിയാമല്ലോ അല്ലെ. ചിലരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ കുറിച്ചല്ല കേട്ടോ, ഞാനിത് സാധാരണഗതിയിൽ ക്ലാസ് ഒക്കെ എടുക്കാറുള്ളപ്പോൾ പറയാറുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ, അയ്യോ ഇങ്ങനെ കാണാൻ പറഞ്ഞു പോയാ തീർന്നിടാ മോനെ, നിനക്ക് അറിയാം, നീ കഴിഞ്ഞ വട്ടം അവിടെ ആ കൊച്ചിന്റെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ, നിന്നെയല്ലേ അവിടെ പോലീസ് പിടിച്ചത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഒരു പക്ഷെ പലരെ കുറിച്ച് പറയാനുണ്ടാകും. പക്ഷെ കർത്താവിനെ കുറിച്ച് ചങ്കൂറ്റത്തോടെ കർത്താവ് ചോദിച്ചൊരു കാര്യമാണ്, വിച്ച് ഓഫ് യു, ആർക്കെങ്കിലും എന്നെ കുറിച്ച് പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ പറ്റുമോ? വിച്ച് മീൻസ് ക്യാൻ യു ജസ്റ്റ് പോയിന്റ് ഔട്ട് എനി മിസ്റ്റേക്ക് ഇൻ മീ? ഒരൊറ്റ ഒരുത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ദാറ്റ് ഷോസ് ഹി വാസ് പെർഫെക്റ്റ്. ഏത് ഏജിലാ? വിച്ച് ഏജ്? യേശുക്രിസ്തു ഇത് 30-ാമത്തെ അല്ലെ 33-ാമത്തെ വയസ്സിൽ, 30 മുതൽ 33 വരെയുള്ള കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം, യേശുക്രിസ്തു ഈ കാര്യം പറയുമ്പോൾ ഏത് കാലഘട്ടം വരെയുള്ള മുതലുള്ള കാര്യങ്ങളാണ്
ഈ ചോദ്യത്തിൽ ഉൾപ്പെടുത്താവുന്നത്? പീപ്പിൾ ക്യാൻ പോയിന്റ് ഔട്ട് ഫ്രം 30 വരെ. ഒന്നുകൂടെ പറഞ്ഞു, കേട്ടില്ല. 1 to 30. യെസ്, എക്സാക്ട്ലി. 1 to 30. അപ്പോ ശൈശവ പ്രായത്തിലുള്ള, കൗമാരപ്രായത്തിലുള്ള, യൗവന പ്രായത്തിലുള്ള ഏത് കാലഘട്ടത്തെക്കുറിച്ചും ആളുകൾക്ക് സൂചിപ്പിക്കാമായിരുന്നു. ബട്ട് നോ വൺ വാസ് ഡെയർ ഇനഫ് ടു പോയിന്റ് ഔട്ട് ഓർ സേ എനിത്തിങ് ടു ജീസസ്. സോ ഹോളി ലൈഫ്, യെസ്, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ റിഡംറ്റീവ് വർക്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ വിശുദ്ധ ജീവിതം എന്നുള്ളത് ഈ കാര്യത്തിൽ, കാരണം വിശുദ്ധ ജീവിതത്തെ കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, അതുകൊണ്ട് ആ വാക്യങ്ങളൊന്നും ഞാൻ എടുക്കണില്ല. ഓക്കെ, നൗ കർത്താവ് പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ റിഡംറ്റീവ് വർക്ക്, അദ്ദേഹത്തിന്റെ പബ്ലിക് മിനിസ്ട്രിയുമായിട്ട് റിലേറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ പാഠം ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതുമായിട്ട് ബന്ധമുള്ള ഒരു വാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യോഹന്നാൻ 18:20. അതിന് യേശു, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. സി, നിങ്ങൾ ഒത്തിരി വേൾഡ് ലീഡേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മേ ബി ലോകത്തെ കിടുകിട വിറപ്പിച്ച കുപ്രസിദ്ധരായ, വിച്ച് മീൻസ് നൊട്ടോറിയസ് ബട്ട് ഫേമസ് പീപ്പിൾ. ക്യാൻ യു ഗീവ് മീ സം നെയിംസ്? പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരല്ല, നെഗറ്റീവ്. ഗീവ് മീ സം നെയിം. ഹിറ്റ്ലർ. വെരി ഗുഡ്. ഹിറ്റ്ലർ. സം അതർ നെയിംസ്, കം ഓൺ. Napoleon. വെരി ഗുഡ്. നെപ്പോളിയൻ. ഗോൺ. അലക്സാണ്ടർ. ഓക്കെ, ഒത്തിരി നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ് വാസ് ദെയർ. യെസ്, അലക്സാണ്ടർ. ഓക്കെ, തീർന്നോ? ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഈ യങ്സ്റ്റേഴ്സ് കൂടുതലും ടീഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുമ്പോഴേ, നമ്മുടെ പയ്യന്മാരും അല്ല, സാധാരണഗതിയിലെ ടീഷർട്ടിലുള്ള ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവമായിട്ടൊക്കെയുള്ള ആളുകൾ ഇടുന്ന ചെഗുവേര, റൈറ്റ്? ചെഗുവേര. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ. സോ ഒത്തിരി പേർക്ക് നെഗറ്റീവ് ഇമ്പാക്ട് വരുത്തി. ഇപ്പൊ ഹിറ്റ്ലറെ പോലെയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെല്ലാം രഹസ്യമായിട്ടാണ് പ്ലാൻ ചെയ്തത്. ഇറ്റ് വാസ് നോട്ട് പബ്ലിക് ആക്ച്വലി. രഹസ്യമായിട്ട് പ്ലാൻ ചെയ്യുക. ജൂലിയസ് സീസറിനെ കൊന്ന ബ്രൂട്ടസ്. സി, എല്ലാവരും ആരും ആയിക്കോട്ടെ. സോ ദ പ്ലാനിങ് ഈസ് ഹെൽഡ് ഇൻ പ്രൈവറ്റ് ഓർ സീക്രട്ട്. പക്ഷെ കർത്താവിനൊന്നും ഒളിച്ചു വെക്കാനില്ല. ഹിസ് ലൈഫ് വാസ് ആൻ ഓപ്പൺ ബുക്ക്. അതുകൊണ്ടാണ് ചങ്കൂറ്റത്തോടെ കർത്താവ് പറഞ്ഞത്. ഇപ്പൊ യേശുവിനെ കൊല്ലുവാൻ പോലും കൂടി ആലോചിച്ചു എന്നാ ബൈബിൾ എഴുതിയിരിക്കുന്നത്. വിച്ച് മീൻസ് ദേ ഹാവ് എ കോൺസ്പിറസി, അല്ലെ? അവർ ഒരുമിച്ച് ഗൂഢാലോചന ചെയ്തു. പക്ഷെ കർത്താവ് ഒരിക്കലും ശിഷ്യന്മാരെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എല്ലാം പരസ്യമായിട്ടാണ് ചെയ്തത്. പക്ഷെ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു പ്രൈവറ്റ്, പക്ഷെ രഹസ്യത്തിൽ ഒരാൾക്ക് അപകടം വരുത്തുന്ന രീതിയിൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സോ ഈ വാക്യം വ്യക്തമാക്കുന്നതും യേശുക്രിസ്തുവിന്റെ വിശുദ്ധ ജീവിതത്തെ കുറിച്ചാണ്. Now, second, authoritative saying. What do we mean by authoritative saying? ഇപ്പോ യേശുക്രിസ്തു, ഇപ്പൊ ഡാർവിൻ, can you give me a phrase that is repeated in Darwin's book? നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും അത്. ഡാർവിന്റെ ബുക്കിൽ ആവർത്തിച്ചു വരുന്ന ഒരു ഫ്രേസ് എന്താണ്? ഞാനും വായിച്ചിട്ടില്ല, ബട്ട് ഐ ഹാവ് ജസ്റ്റ് റെഡ് ഇറ്റ്, ലൈക്ക് that. Can anybody say? എവല്യൂഷൻ ഒരു പ്രൂവൺ ഫാക്ട് അല്ല. അതുകൊണ്ട് താൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്രേസ് ഇതാണ്. nobody? I suppose. Alright? I suppose. എന്താ I suppose എന്ന് പറഞ്ഞാൽ? ഞാൻ വിചാരിക്കുന്നു, ഞാൻ ഇപ്രകാരം വിചാരിക്കുന്നു. ഇപ്പൊ ഒരാൾ പറയാണ് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ, വാട്ട് ഡു യു ഫീൽ? വാട്ട് ഡസ് ഇറ്റ് മീൻ? ടെൽ മീ. ഞാൻ ഇങ്ങനെ വിചാരിക്കണേ. അങ്ങനെ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? എന്താ? ഉറപ്പില്ല. ആ പുള്ളിക്ക് ഒരു ഉറപ്പില്ല. അങ്ങനെ ആവാം. പക്ഷെ കർത്താവ് ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, സ്വർഗമുണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അങ്ങനെയാണ്, തീർന്നില്ല. അയ്യോ എന്റെ കർത്താവേ. അപ്പോ യേശുക്രിസ്തു ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ബട്ട് ഹിസ് സ്റ്റേറ്റ്മെന്റ്സ് വേർ വെരി അഫർമേറ്റീവ്. 100% അഫർമേറ്റീവ് ആയിരുന്നു. ലെറ്റ്സ് സീ. ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, മാത്യു 7:29. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട് അത്രേ അവൻ ഉപദേശിച്ചത്. ഓക്കെ, ലെറ്റ്സ് ക്വിക്ക്ലി ലുക്ക് ഇൻടു സം ഓഫ് ദം. കണ്ടില്ലേ? ഇങ്ങനെ ഒരു പ്രയോഗം നിങ്ങൾക്ക് ബൈബിളിൽ പലപ്പോഴും കാണാൻ പറ്റും. വെരിലി വെരിലി ഐ സേ അൺടു യു. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. വിച്ച് മീൻസ്
അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഒരു സീൽ അടിക്കുന്നതിന് തുല്യമായത്. എന്ന് പറഞ്ഞാൽ ഒരു വള്ളിയോ പുള്ളിയോ ഇതിന്നും വ്യത്യാസമില്ല, പറഞ്ഞത് പറഞ്ഞതാണ് 100%. അപ്പോ കർത്താവിന്റെ വാക്കുകൾ അഫർമേറ്റീവ് ആണ്, ഡിപ്പെൻഡബിൾ ആണ്, നമുക്ക് അതിനകത്ത് ഒരു സംശയിക്കേണ്ട ആവശ്യമില്ല. പുള്ളി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞതാ. അല്ലെ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ അപ്പന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ ആരെ കുറിച്ചെങ്കിലൊക്കെ പറയാറില്ലേ, ഓ പുള്ളി ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു കേട്ടോ, അതൊരു അച്ചിട്ട കാര്യമാണ്. സി we are giving credibility to that person, right? നമുക്ക് ഡൗട്ട്ഫുൾ ആവേണ്ട ഒരു ആവശ്യമില്ലെന്ന് നമ്മൾ തന്നെ പറയുക. സോ ജീസസ് വാസ് ലൈക്ക് ദാറ്റ്, അതോറിറ്റേറ്റീവ് സെയിങ്. നാ ഒരു ക്ലാസ് വർക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് നിങ്ങൾ ഈ ഒരു വർക്ക് നോക്കണം. സ്കിം ത്രൂ മാത്യു ചാപ്റ്റർ 5. എല്ലാവരും മത്തായി 5 എടുത്ത് 2 മിനിറ്റ് സമയം തരത്തുള്ളൂ, അതിൽ കൂടുതൽ എടുക്കരുത്. മത്തായി 5 നമ്മൾ മുമ്പേ കണ്ട വാക്യം ആക്ച്വലി 5:18 മുതലാണ്. ഓക്കെ, അതിനുശേഷം എത്ര ഇടങ്ങളിൽ വാക്യം മാത്രം പറഞ്ഞാൽ മതി, കാണുന്നവർ വാക്യം പറഞ്ഞു കേട്ടോ. എവിടെയൊക്കെ വെർലി ഐ സേ അൺടു യു, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുണ്ട്, പറയാം. ഒന്ന് സ്കിം ത്രൂ ചെയ്താൽ മതി, മൊത്തം വായിക്കണ്ട, ജസ്റ്റ് ഒരു ക്വിക്ക് ഒന്ന് നോക്കിയാൽ ഒരു പക്ഷെ കിട്ടും. മാത്യു 5:18 കഴിഞ്ഞിട്ടുള്ളത് നോക്കിയാൽ മതി. പെട്ടെന്ന് ആയിക്കോട്ടെ. സത്യമായിട്ട് പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത്, വാക്യങ്ങൾ പറഞ്ഞോ, കണ്ടില്ലയോ? ബൈബിൾ എടുക്കാൻ പോകുന്നുള്ളൂ. 34 ഉണ്ട്. ഓക്കെ, ബിഫോർ ദാറ്റ് 26. വെരി ഗുഡ്. പിന്നെ 28. വെരി ഗുഡ്. ഞാനോ നിങ്ങളോട് പറയുന്നത്. ദെൻ 32. Very good. 32. 34 is already said. 22. Yes, 22 and 26. 39. Very good. Good job. ഇത്രയും വാക്യങ്ങളിൽ ഓക്കെ, ഞാനും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടില്ല. 39 is there. Yes, ഞാനോ നിങ്ങളോട് പറയുന്നത്. 44. Yes, correct. 44 is there. അപ്പൊ ഇവിടെ ഒക്കെ നമ്മൾ എന്തുകൊണ്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്? ബിക്കോസ് ഹി വാസ് വെരി അഫർമേറ്റീവ്. ഇനി മറ്റൊരു ഒബ്സർവേഷൻ, ഐ ആം സേയിങ്സ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് ഏതൊക്കെ ഐ ആം സേയിങ്സ് അറിയാം? ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ പ്രയോഗങ്ങൾ പറയാമോ ഏതെങ്കിലും? I am the way, the truth and life. വെരി ഗുഡ്. മൊത്തം 7 എണ്ണം ഉണ്ട്. ഒരെണ്ണം കൂടെ പറ. ഞാൻ ആദിനും മന്ദിരമാകുന്നു. ഞാൻ മന്ദിരമാകുന്നു. ഈ മന്ദിരം പൊളിപ്പിനെന്നാ പറഞ്ഞത്. അല്ല, ഞാൻ ആദ്യനും മന്ദിരമാകുന്നു. ഞാൻ ആദ്യം മന്ദിരമാകുന്നു. ഓക്കെ, ഞാൻ ആദ്യം മന്ദിരമാകുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ 7 സേയിങ്സ് എന്ന് പറയുന്നതിനകത്ത് ഇപ്പോ പറഞ്ഞ കാര്യമില്ല. ബട്ട് ദർ ആർ മെനി ഐ ആം സേയിങ്. ബട്ട് ഈ ഒരു ഐ ആം സേയിങ് ഡയറക്റ്റ് സ്പീച്ച് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആദ്യം മന്ദിരമാകുന്നു, പിന്നെ ഞാനാകുന്നു, പേടിക്കണ്ട, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, എന്തിനാ കർത്താവ് ഇങ്ങനെ ഐ ആം എന്ന്? നമുക്കിതിപ്പോ ഇംഗ്ലീഷ് പറയുമ്പോൾ അല്ലെ മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ ആകുന്നു, അത് നമുക്കൊരു വലിയ ഇതല്ല, ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇതിന് പിന്നിൽ ഒരു വലിയ അർത്ഥമുണ്ട്. ഈ ഐ ആം സേയിങ്ങില് നമ്മളിപ്പോ പേര് ചോദിക്കുന്നു, ഓക്കെ വാട്ട്സ് യുവർ നെയിം? ഓക്കെ, ഐ ആം ധർമ്മരാജ് എന്ന് പറയുമ്പോൾ വെൽ ഐ ആം ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്. ബട്ട് വെൻ ജീസസ് യൂസ്ഡ് ഐ ആം, ഇറ്റ് ഹാസ് എ മീനിങ്. There are 2 meanings. Let's see number 1. What is that? ഇത് ആർക്കെങ്കിലും വായിക്കാമോ? ഗ്രീക്ക് ആണ്, പക്ഷെ വായിക്കാൻ പറ്റും. Come on, make a try. Who is going to read quick? വായിച്ചോ, ഇത് വായിക്കാൻ പറ്റും. വായിക്കത് മീനിങ് അല്ല ഞാൻ ചോദിച്ചത്, വായിക്കാനാ പറഞ്ഞത്. ജോബിൻ, യുവർ മീനിങ് ഈസ് കറക്റ്റ്. വായിക്ക്. You can read it. Come on. ആരാ വായിക്കാൻ പോണേ? ഗ്രീക്ക് ആണ്, പക്ഷെ ഒന്ന് വായിക്ക്. സമയം പോണു, സമയം കളയല്ലേ. അയ്യോ, നിങ്ങൾ ഈ ഇത്രയും നാള് മാത്സിലും ഫിസിക്സിലും ഒക്കെ ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഇത് എഴുതിയിരിക്കുന്ന മൊത്തം സാധനങ്ങൾ. വായിക്ക്. മേക്ക് എ ട്രൈ. കമോൺ. മേളിലെ കോമ നിങ്ങൾ കാര്യമാക്കണ്ട, അല്ലാതെ വായിച്ചു നോക്കി.
8 ക്ലാസ് കഴിഞ്ഞിട്ടും ധർമ്മരാജങ്ങള് നിങ്ങൾ മനസ്സിലാക്കിയില്ല കണ്ടോ. ഇത് തെറ്റാണെങ്കിൽ ധൈര്യമായിട്ട് നോക്ക്, മേക്ക് എ ട്രൈ, കമോൺ. എപ്സിലോൺ. എപ്സിലോൺ. അപ്പൊ എ, എപ്സിലോൺ, ഗാമ, ഒമേഗ. സോ വായിച്ചോ. എക്കോയാണ്. എഗോ, കറക്റ്റ്. എഗോ. എഗോയുടെ അർത്ഥം പറ. ജോബിൻ മുമ്പേ പറഞ്ഞായിരുന്നു, എന്താ അർത്ഥം? അയ്യോ. ഐ. പക്ഷെ ഈ ഐ എന്തിനാ ഇപ്പം വന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അവന് ഭയങ്കര എന്താണ്, അല്ലെ അവക്ക് ഭയങ്കര ഞാനെന്ന ഭാവം. എന്താ അതുകൊള്ളു, അതറിയത്തില്ലേ? അഹംഭാവോ. അതെന്റെ ഇംഗ്ലീഷ് എന്തുവാ? അഹങ്കാരം. അത് ഈഗോ. കേട്ടില്ല. ഈഗോ. ഈഗോ. ആക്ച്വലി ദാറ്റ് ഈഗോ ഈസ് കമ്മിങ് ഫ്രം ദിസ് വേർഡ് എഗോ. ഓക്കെ. ഭയങ്കര ഈഗോ അടിച്ചിരിക്കുക പുള്ളി എന്ന് പറയാറുണ്ട്, റൈറ്റ്? സോ ആക്ച്വലി ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം ഹിയർ. പക്ഷെ ഇതൊരു നെഗറ്റീവ് വാക്കല്ല കേട്ടോ. ഇംഗ്ലീഷിൽ വരുമ്പോൾ ഈഗോ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ബട്ട് ഇൻ ഗ്രീക്ക് എഗോ മീൻസ് ഐ, പേഴ്സണൽ പ്രൊനൗൺ ഐ. അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ മീൻസ് ഐ. പക്ഷെ എയ്മി, ഇത് മറ്റൊരു ഗ്രീക്ക് വാക്ക്, എയ്മി എന്ന് പറയും. ഇത് വെർബാണ്. ആം അല്ലെങ്കിൽ വാസ്, വെയർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ, അതാണ് ആകുന്നു അങ്ങനെ പറയുന്ന ഹെൽപ്പിംഗ് വേർബ്, ഓക്സിലറി വേർബ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പൊ എയ്മി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐ ആം. എയ്മി എന്ന് മാത്രം അർത്ഥമാകുന്ന ഐ ആം എന്നാ. അപ്പൊ ഒരാൾ തർജ്ജിമ ചെയ്ത് എഗോ എയ്മി എന്ന് പറഞ്ഞാൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? പെട്ടെന്ന് പറ. എഗോ എയ്മി. ഞാനാകുന്നു. അത് പോളിഷ്ഡ് ട്രാൻസ്ലേഷനാ. ഇംഗ്ലീഷിൽ പറ. ഇപ്പൊ എഗോ എന്ന് പറഞ്ഞാൽ ഐ, എയ്മി എന്ന് പറഞ്ഞാൽ ഐ ആം. അപ്പൊ ഒരു കറക്റ്റ് ഒരു വാക്ക് പോലും വിടാതെ തർജ്ജമ ചെയ്താൽ എങ്ങനെ തർജ്ജമ ചെയ്യണം? I am. യെസ്, ഐ ആം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മാത്തമാറ്റിക്സിലോ ഫിസിക്സിലോ എഴുതാണ് ഐ സ്ക്വയർ ആം എന്ന് എഴുതേണ്ടി വരും. അപ്പൊ എന്തിനാ അങ്ങനെ എന്തിനാ പറയുന്നത്? സി, ദാറ്റ് ഈസ് എംഫാറ്റിക് ഫോർ ദി എംഫസിസ് പേർപ്പസ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മലയാളത്തിൽ പറയും അത് ഞാൻ തന്നെ ചെയ്യും എന്ന് നമ്മൾ പറയാറില്ലേ? ഇപ്പൊ ഞാൻ ചെയ്യുമെന്ന് എനിക്ക് പറയാം, പക്ഷെ ഞാൻ തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഐ മൈസെൽഫ്. യെസ്, എംഫാറ്റിക്. ഈ വാക്കാണ് യേശു ഉപയോഗിച്ചത്. ഐ ആം, ഞാൻ തന്നെയാകുന്നു, ഞാനാകുന്നു. അപ്പൊ ആ ഒരു ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കണം. അതോറിറ്റേറ്റീവ് സെയിം. പുള്ളി കാഷ്വലായിട്ട് പറഞ്ഞു പോവല്ല ചെയ്തത്. ഞാൻ ഈ യേശുവിനെ പുള്ളി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമ്മൾ അത്ര ക്ലോസ് ആവുന്ന ആളുമായിട്ടൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലേ? സോ ഫീൽ ലൈക്ക് ദാറ്റ്. ഓക്കെ. ഓൾറൈറ്റ്. യേശു പലപ്പോഴും അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, അതോറിറ്റേറ്റീവ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി രണ്ടാമത്തെ എൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായിട്ട് പറയുമ്പോൾ ദൈവം തന്നെത്താൻ ഒരു പേര് പരിചയപ്പെടുത്തി. എന്താ? ഞാനാകുന്നവൻ ഞാനാകുന്നു. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ്? ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ പ്രസന്റ് ടെൻസ്, വിച്ച് മീൻസ് ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഐ ആം. ആ സെയിം ഫ്രേസ് ആണ് യേശു ക്രിസ്തു. ഇത് പഴയ നിയമത്തിൽ എബ്രായ വാക്കാണ്, പക്ഷെ അതിന് തത്തുല്യമായ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ഉപയോഗിച്ച വാക്കാണ് എഗോ എയ്മി. ഇത് സാധാരണ ഗ്രീക്ക് ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്നതാണ് എഗോയും എയ്മിയും ഒക്കെ കേട്ടോ. പക്ഷെ യേശു ക്രിസ്തു എന്തുകൊണ്ട് അത് മാത്രം സ്പെസിഫൈ ചെയ്ത് അങ്ങനെ പറയാൻ കാരണം? ദാറ്റ് ഈസ് വെരി എംഫാറ്റിക്. ദാറ്റ് ഷോസ് അതോറിറ്റി. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞ അതേ പ്രയോഗമാണ് യേശു ക്രിസ്തു പറഞ്ഞത്. സോ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഹോളി ലൈഫ്, അതോറിറ്റേറ്റീവ് സെയിം, ഇത് രണ്ടും പ്രൂവ് ചെയ്യുന്നത് നമ്മളെ രക്ഷിക്കുവാനുള്ള എല്ലാ കഴിവുള്ള ഒരു രക്ഷകനാണ് യേശു ക്രിസ്തു. താൻ പറഞ്ഞു, ഞാൻ വഴിയും സത്യജീവനുമാകുന്നു, പുനരുത്ഥാനവും ജീവനുമാകുന്നു. വെറുതെ പൊള്ളത്തരം പറഞ്ഞല്ല. ഹി വാസ് 100% ഷുവർ അബൌട്ട് ഇറ്റ്. അതാണ് അത് കാണിക്കുന്നത്. ഓക്കെ. നൗ our time is about to finish. തേർഡ് വൺ, മിറക്കിൾസ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. വൈ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, കാരണം സമയം പോകുന്നുണ്ട്. യേശു ക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും it was not for his own sake. He did not do any miracles for his own sake. അങ്ങനെയാണെങ്കിൽ വിശന്നപ്പോൾ he could have made bread from the stone. പുള്ളിക്ക് തന്നെ അത് എടുത്ത് കഴിക്കാമായിരുന്നു. He did not do that. But all the miracles were done for purpose, definite purpose. അതെന്താണെന്ന് ക്വിക്കായിട്ട് ഞാൻ ജസ്റ്റ് എക്സ്പ്ലനേഷൻ ഇല്ലാതെ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കാം. For glory of God.
മത്തായി 15:31 ഊമർ സംസാരിക്കുന്നു, കൂനർ സൗഖ്യമാകുന്നു, മുടന്തർ നടക്കുന്നു, കുരുടർ കാണുന്നു. ഇതൊക്കെ പുരുഷാരം കണ്ടു ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. സോ വൈ ഡിഡ് ഹി പെർഫോം ദ മിറക്കിൾസ്? നോട്ട് ടു ജസ്റ്റ് ഞാൻ വലിയ ആളാണ് എന്ന് കാണിക്കാൻ. നോ 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 നോ. ഇറ്റ് ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മിറക്കിൾസ്. അപ്പൊ തന്റെ ശുശ്രൂഷയ്ക്കുള്ള അപ്രൂവൽ ആണത്. സെക്കൻഡ്, ടു റിവീൽ ഹിസ് ഗ്ലോറി ടു ഡിസൈപ്പിൾസ്. തന്റെ മഹത്വം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുവാൻ. എന്ത്? ശിഷ്യന്മാർ വിശ്വസിക്കുവാൻ. തന്റെ ദൈവത്വം വെളിപ്പെടുത്തേണ്ട അല്ലെ അത് തെളിയിക്കേണ്ട കാര്യമില്ല. ബട്ട് ഇൻ ഓർഡർ ഫോർ ഹിസ് ഡിസൈപ്പിൾസ് ടു ബിലീവ്. പിന്നെയോ കമ്പാഷൻ ഫോർ ഹ്യൂമാനിറ്റി, അത് വെളിവാക്കാൻ. സാധാരണഗതിയിൽ കുഷ്ഠരോഗികളെ ആരും തൊടാറില്ല. ബട്ട് ഐ ആം കമ്പാഷനേറ്റ് ആൻഡ് ഹി ടച്ച്ഡ് ആൻഡ് ഹീൽഡ് ഹിം, ഷോയിങ് ദാറ്റ് ഹി ഈസ് കമ്പാഷനേറ്റ്. ടു റിവീൽ ഹിസ് അതോറിറ്റി ഓവർ ഡെത്ത്. മരണത്തിന് മേൽ അധികാരമുണ്ട് എനിക്ക്, അത് തെളിയിക്കുവാൻ. താനും മരിച്ചു അല്ലെ? മരണത്തിന് മേൽ അധികാരമുള്ളവന് മരിക്കാൻ പറ്റൂ? That itself shows that he did not do any miracles for his own sake. Okay? Then to reveal his authority to forgive sins. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തതിനൊരു ഉദ്ദേശമുണ്ട്. സോ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളെ വീണ്ടെടുക്കുവാനുള്ള ഒരു പെർഫെക്റ്റ് റെഡീമർ ആയിരുന്നു യേശുക്രിസ്തു. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർമാനമായിട്ട് പഠിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്വിസോ അസൈൻമെന്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബുധനാഴ്ചക്ക് മുമ്പായിട്ട് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്.